ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ 2 സീരീസ് ആയിട്ട് ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻകം ഫ്രം സാലറിയും കഴിഞ്ഞു, അതുപോലെ തന്നെ ബേസിക് കൺസെപ്റ്റും കഴിഞ്ഞു. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മറ്റു വീഡിയോയും കൂടെ കണ്ടുവരിക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് എങ്ങനെ ഒരു 20 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതുപോലെയൊക്കെ വന്നാൽ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നോർമലി കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ബാക്കി എക്സാമുകൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. എന്താണ് മുനിസിപ്പൽ വാല്യൂ ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മുനിസിപ്പൽ വാല്യൂ ഈസ് ദി എസ്റ്റിമേറ്റഡ് ഗ്രോസ് ആനുവൽ റെൻ്റൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഡിറ്റർമൈൻഡ് ബൈ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ലെവിങ് ലോക്കൽ പ്രോപ്പർട്ടി ടാക്സ്. ലോക്കൽ പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടല്ലോ, മുനിസിപ്പൽ ടാക്സ്, അതിന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റി നിശ്ചയിച്ചിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് GVAV കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഫിഗറാണ്. ഇത് 2 മാർക്ക് ആക്കാൻ വേണ്ടി കുറച്ച് അധികം കൊടുത്താന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെ മനസ്സിൽ ഈ ഒരു വേർഡ് ഉണ്ടായതിൻ്റെ മാർക്ക് വരും, മനസ്സിലല്ല പേപ്പറിൽ. ഓക്കെ, ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റീൻ്റെ. നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് പ്ലേ ബാക്ക് ഓപ്ഷനൊക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്. അതായത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ്ലി കണ്ടിട്ടുണ്ട്. ഇതെന്താ, റെൻറ്റ് കൺട്രോൾ ആക്ട് ഉള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള റെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാൻഡ് ലോഡിന് അതിൻ്റെ ടെനൻറ്റിൻ്റെ അടുത്ത് നിന്ന് ലീഗലി റീകവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റെൻ്റാണ് നമ്മൾ പറയുന്നത് എന്ത്, സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെൻറ്റ്, ഈ വേർഡ് വരണം. അതേപോലെ തന്നെ റെൻറ്റ് കൺട്രോൾ ആക്ട് എന്ന് വന്നാൽ തന്നെ എന്ത് ചെയ്യും, മാർക്ക് അങ്ങോട്ട് കിട്ടും. ഇത് രണ്ടും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ് ലാൻഡ് ലോഡ് ക്യാൻ ലീഗലി ചാർജ് എ ടെനൻറ്റ് ഫോർ എ പ്രോപ്പർട്ടി. ഇത് എനി സ്റ്റേറ്റുകളാണ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം, എല്ലാ സ്റ്റേറ്റിലൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, if a property is covered by rent control act, the rent is used for tax calculation cannot exceed this value. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റിനേക്കാളും എന്ത് ചെയ്യാൻ പറ്റൂല, എമൗണ്ട് പോകില്ല നോർമലിട്ടോ. പക്ഷേ ചിലയിടത്തൊക്കെ ആക്ച്വൽ റെൻറ്റ് അതിലേറെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ലീഗലി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുക, അത് റീകവർ ചെയ്തെടുക്കാൻ പറ്റുക ഈ സ്റ്റാൻഡേർഡ് റെൻറ്റ് മാത്രമാണ്, കോടതിയിലൊക്കെ പോയാലേ. ഇനി കോമ്പോസിറ്റ് റെൻറ്റ് ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണ്, പഴയ ഇതിലാണ്, നമ്മുടെ ഇതിലല്ല കേട്ടോ ചോദിച്ച്, 2019 സിലബസിന് മുമ്പ് ചോദിച്ചതാണ്. പക്ഷേ എടുത്തു വെച്ചോ, ഇവിടെയും ചോദിക്കായൊന്നുമില്ല. കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മിക്സ് ആയിട്ടുള്ള റെൻറ്റാണ്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ബിൽഡിങ്ങിന് നമ്മൾ റെൻറ്റ് ചാർജ് ചെയ്യുള്ളൂ. എന്നാൽ ഒരു ഫ്ലാറ്റിൻ്റെ കേസിൽ എടുത്ത് നോക്കൂ, ഫ്ലാറ്റിൽ ഫർണിച്ചർ, അതുപോലെ തന്നെ അവിടെ തരുന്ന മെയിൻ്റനൻസ് സർവീസ്, ഇതിനെല്ലാം കൂടെയാണ് ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുമ്പം അവിടെ ഇത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല നോർമലി. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുന്ന റെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുക. കോമ്പോസിറ്റ് ഇത് സിംഗിൾ കൺസോളിഡേറ്റഡ് റെൻറ്റ് എമൗണ്ട് ദാറ്റ് ആൻ ഓണർ റിസീവ്സ് വിച്ച് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെ വരും, റെൻറ്റ് ഫോർ ദ ബിൽഡിംഗ് ഇറ്റ് സെൽഫ്, ബിൽഡിങ്ങിന് വരും. ചാർജ് ഫോർ ദ അസറ്റ്സ് ലെറ്റ് ഔട്ട് എലോങ് വിത്ത് ബിൽഡിങ്ങിനോട് കൂടെ കൊടുത്ത ഫർണിച്ചറും ഇതിനൊക്കെ. അതുപോലെ തന്നെ ചാർജസ് ഫോർ വേരിയസ് സർവീസസ്, ലിഫ്റ്റ് മെയിൻ്റനൻസ്, സെക്യൂരിറ്റി പോലത്തേനൊക്കെ. ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ നമ്മുടെ അതിൽ വന്നിട്ടില്ല, പക്ഷേ ചോദിക്കാം. ഇത് ഒരു മാറ്റം എന്നുള്ള രീതിയിൽ, അതുകൊണ്ടൊന്ന് പഠിച്ചു വെക്കുക. കോമ്പോസിറ്റ് റെൻറ്റ് മിക്സായി കൊടുക്കുക, എല്ലാം കൂടെ ഉള്ള ഇതാണ് കോമ്പോസിറ്റ് റെൻറ്റ് എന്ന് പറയുന്നത്. ഇനി GAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റ് കമ്പയർ ചെയ്യുക, ഇതിൽ ഹയസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുക. പിന്നെ സ്റ്റാൻഡേർഡ് റെൻറ്റ് ആയിട്ട് ആ ഹയസ്റ്റ് വാല്യൂവിനെ കമ്പയർ ചെയ്യുക, അതിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ എടുക്കുക, എന്നിട്ട് ആക്ച്വൽ റെൻറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനെ വരുമല്ലോ. അപ്പം GA is the highest amount of rent a property can reasonably fetch. Okay, it is calculation depends upon the comparison of 4 values: municipal value, fair rent, standard rent, ആക്ച്വൽ റെൻറ്റ്. ഇനി കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ GAV എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റും നമ്മൾ കമ്പയർ ചെയ്തു. അതിലെ ഹയസ്റ്റ് വാല്യൂ ആണ് എന്ത്, ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്താ, അത് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻറ്റ് കമ്പയർ ചെയ്തു, അതിൽ ഹയസ്റ്റ് എടുത്തു, എന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് ആയിട്ട് കമ്പയർ ചെയ്തു, അതിൽ നിന്ന് ലോവസ്റ്റ് എടുത്തു. അങ്ങനെ ആ ഫോർമുല എഴുതി വെച്ചാലും നിങ്ങൾക്ക് ആ മാർക്ക് എന്ത് ചെയ്യും, പോരും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അതവിടെ തന്നിട്ടുണ്ട്, GAV എന്ന് പറഞ്ഞാൽ ഹയർ ഓഫ് എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓർ ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ. ഓക്കെ, അതാണ്. ഇനി ഹൗ വിൽ യു ആനുവൽ വാല്യൂ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിങ്ങനെ ചുരുക്കിയിട്ടത് 5 മാർക്കിനാണെങ്കിൽ മുഴുവൻ എഴുതിക്കൊണ്ടു കേട്ടോ.
ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തത് കുറച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ബൈ ഓണർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ ഈസ് ദ ബേസിസ് ഫോർ കമ്പ്യൂട്ടിംഗ് ടാക്സബിൾ ഇൻകം. NAV എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എങ്ങനെ വാല്യൂ ചെയ്യാമെന്ന്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിൻ്റെ GAV നില്ലാണ്. സ്വാഭാവികമായിട്ടും GAV നില്ലാണെങ്കിൽ മുനിസിപ്പൽ ടാക്സ് കുറക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ NAV നില്ലാണ്. ഓക്കെ, അപ്പം ദ ഓൺലി ഡിഡക്ഷൻ അവൈലബിൾ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ. അവിടെ പിന്നെ ആകെ കിട്ടുന്ന ഡിഡക്ഷൻ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റലേ കിട്ടുള്ളൂ. അത് മാക്സിമം എത്ര കിട്ടുക? 2 ലക്ഷമേ കിട്ടുള്ളൂ. മാക്സിമം ലിമിറ്റ് ഓഫ് ഇതൊക്കെ എന്താ? $2 lakh പെർ ഇയർ. ഒരു വർഷം മാക്സിമം കിട്ടുക 2 ലക്ഷമാണ്. 30,000 ആവുന്ന സമയം ഉണ്ടല്ലേ, നമുക്കറിയാവുന്നതാണ്. റിപ്പയർ റിന്യൂവൽ 1/4/1999 മുമ്പുമാണെങ്കിൽ 30,000 കിട്ടുള്ളൂ. എന്നാലും മാക്സിമം കിട്ടുക 2 ലക്ഷം തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സാധനമാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അതിൻ്റെ റൂൾ 4. ഇത് ഞാൻ കുറച്ച് അധികം എടുക്കാൻ തന്നെ കാരണം ഇത് 5 മാർക്കിലും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ കണ്ടീഷൻ ഓഫ് റൂൾ 4 ടു ക്ലെയിം അൺറിയലൈസ്ഡ് റെൻറ്റ്? അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലീഗലി കിട്ടാൻ ഡ്യൂ ആണ്, പക്ഷേ ടെനൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു നിലക്കും കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല, ഇയാൾ പറ്റിച്ചു പോവാണ്. ഇത് ശരിക്കും ബാഡ് ഡെറ്റ് ഓഫ് റെൻ്റ് ആണ്. ദ റെൻറ്റ് ദാറ്റ് ഓണർ കനോട്ട് റിയലൈസ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ആക്ച്വൽ റെൻറ്റ്. ആക്ച്വൽ റെൻറ്റിൽ നിന്ന് ഇത് കുറക്കാൻ പറ്റും. നമ്മൾ റൂൾ 4 പറയുന്ന 4 കണ്ടീഷൻസ് ഉണ്ട്. അത് പിന്നെ എല്ലാം മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഫോളോയിങ് 4 കണ്ടീഷൻസ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ റൂൾ 4 എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൂൾ 4 കാര്യം തന്നെയാണ് ഈ 4 കണ്ടീഷൻ. ടെനൻസി ഷുഡ് ബി ബോണഫൈഡ് ആയിരിക്കണം, അതായത് ജെനുവിൻ ആയിരിക്കണം. അതുപോലെ തന്നെ ആ അൺറിയലൈസ്ഡ് റെൻറ്റ് തരാതെ കിടക്കുന്ന ആളുണ്ടല്ലോ, റെൻറ്റ് തരാതെ നിൽക്കുന്ന അയാൾ എന്ത് ചെയ്തിരിക്കണം? വെക്കേറ്റ് ദ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തിരിക്കണം. ഇനി വെക്കേറ്റ് ചെയ്തില്ല എന്ന് കരുതുക, ഓർ സ്റ്റെപ്പ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ദം ടു വെക്കേറ്റ്. അയാൾ അവിടുന്ന് പിടിച്ച് പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. പോകാൻ വേണ്ടി കുറേ നോക്കിയൊന്നും നടക്കുന്നില്ല, പക്ഷെ വെക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. പിന്നെ എന്ന് മാത്രമല്ല, നമ്മുടെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്ന് കരുതുക, അവിടെ ആ ഡീഫോൾട്ടിങ് ടെനന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് ചെന്ന് ഇറങ്ങിത്താ, ദയവ് ചെയ്ത്, എന്തായാലും എൻ്റെ അടുത്ത് റെൻറ്റ് കിട്ടുന്നില്ല, തൽക്കാലം എനിക്ക് ടാക്സ് എങ്കിലും കുറക്കണം, എൻ്റെ തൽക്കാലം അടുത്ത ഒരു പ്രോപ്പർട്ടിയിൽ അവിടെ പോയി നിൽക്കുന്ന എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ, ഇയാളെ അടിച്ച് പുറത്താക്കാൻ എന്ത് ചെയ്യണം? റീസണബിൾ സ്റ്റെപ്പ് എടുത്തിരിക്കണം. അതായത് ഏതെങ്കിലും ഗുണ്ടനെ ഏൽപ്പിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്, അതായത് ലീഗൽ പ്രൊസീഡിങ്സ് പോലീസ് ഓഫീസർമാരൊക്കെ കണ്ട്. ഇനി അങ്ങനെ റീസണബിൾ സ്റ്റെപ്പ് എടുക്കണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അസസിങ് ഓഫീസർക്ക് ബോധ്യപ്പെടണം എന്താണ് ലീഗൽ പ്രൊസീഡിങ്സ് എടുത്തിട്ട് അതൊരു യൂസ്ലെസ് ആണ്, അത് ഉപയോഗപ്രദമല്ലാന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതെന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇത്രയാണ് 5 മാർക്കിനും കൂടെ കണ്ടിട്ടാണ് ഇത്രയും ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്. നല്ലപോലെ നോക്കുക. ഓക്കെ, ഇനി ഹൗ അൺറിയലൈസ്ഡ് റെൻറ്റ് ഈസ് റിക്കവേർഡ് ട്രീറ്റഡ് ആസ് ടാക്സ് പർപ്പസിന് ഇങ്ങനെ അൺറിയലൈസ്ഡ് റെൻറ്റ് ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് കരുതുക. അന്ന് നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ട്രീറ്റ്മെൻറ്റിന് എഫക്റ്റ് ഉള്ളൂ. അന്ന് ആക്ച്വൽ റെൻറ്റ് എനിക്ക് കിട്ടേണ്ടത് 1 ലക്ഷമാണ്, അതിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് ഒരു 30,000 ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, 70,000 ടാക്സ് കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 30,000 പിന്നെ കിട്ടുമ്പോൾ നമുക്ക് ഇൻകാണ്. അല്ല, അന്നേ നമ്മൾ 1 ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തല്ല, ഈ 30,000 പിന്നീട് ഇൻകാവില്ലല്ലോ. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് പിന്നീട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകമാണ്. ഇനി ആ സമയത്ത് നമ്മൾ ആ പ്രോപ്പർട്ടിൻ്റെ ഓണർ ആവണമെന്നുണ്ടോ? ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് അൺറിയലൈസ്ഡ് റെൻറ്റ് തന്നത് അയാൾക്ക് മാനസാന്തരമൊക്കെ വന്ന് അയാൾ വരികടാ, എൻ്റെ റെൻറ്റ് ഞാൻ തന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതുക, കുഴപ്പമില്ല. അന്ന് നമ്മൾ ആ പ്രോപ്പർട്ടിൻ്റെ ഓണർ ആവണമെന്നൊരു നിർബന്ധമില്ല. ഇനി അതിൻ്റെ ടാക്സ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30,000 ഉണ്ടല്ലോ, ഈ 30,000-ൻ്റെ 30% കുറക്കുക, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എത്ര ഒരു 9,000 കുറയും, ബാക്കി 21,000-നാണ് ടാക്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അന്ന് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ 30% കുറച്ചിട്ടുള്ള ബാക്കി 70% എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 30% ഈസ് അലൗഡ് ഓൺ ദ റിക്കവേർഡ് എമൗണ്ട് ആൻഡ് ദ ബാലൻസ് 70% ആണ് എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ചാപ്റ്റർ 3 or 4 എന്താവട്ടെ, നമ്മുടെ മൊഡ്യൂൾ എന്തിനാണ് ഇതുള്ളത്, 2 തന്നെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ നോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ.